നമ്മൾ അംബർല കട്ട് സ്കേർട്ടിൻ്റെ പാർട്ട് 2 ആണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ഇതിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കയറി കണ്ടിട്ടേ ഇത് കാണാവുള്ളേ. നമ്മൾ ആദ്യമേ ഈ സ്കേർട്ടിൻ്റെ 2-3 പ്ലീറ്റ്സ് ഇടുവാണേ. അതിന് 2-3 പ്ലീറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് അതിൻ്റെ മുകളിലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. അത് പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ സ്കേർട്ടിന് ഇടുന്ന പ്ലീറ്റ്സ് പോലെയല്ല. നമ്മളൊരു 3-4 ടക്ക് ഞാൻ ഇടുവാണ്. അതിൻ്റെ വണ്ണം ഒന്ന് കുറയാൻ വേണ്ടി. അതെന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഷേപ്പ് കിട്ടാൻ, നല്ല ഒതുക്കം കിട്ടണം. അതിന് വേണ്ടി നമ്മൾ ആദ്യമേ ഒരു 4 ടക്ക് നമ്മളങ്ങ് ഇടുക. അത് ഇച്ചിരി ശകലം വീതിയിൽ അങ്ങ് ഇട്ടോണം, 4 എണ്ണം. എന്നിട്ട് വേണം നമ്മളതിന് പടി വെക്കാനായിട്ട്. അത് 4 പ്ലേറ്റ്സ് ഇട്ട് കഴിയുമ്പോഴത്തേന് ശരിക്കും നമ്മൾ ഇച്ചിരി വണ്ണം കൂട്ടിയാണ് ഇത് വെട്ടിയിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു 4 ടക്ക് ഇടുമ്പോൾ അതിൻ്റെ വണ്ണം ഒത്തിരി ഒതുങ്ങുകയും ചെയ്യും. അത് നല്ല ഷേപ്പിൽ വരും. അടിയിലോട്ട് വീതി കൂടിയും മുകളിൽ വീതി കുറഞ്ഞും വരാനായിട്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു പടി വെക്കാൻ പോവാണ്. ആ മുകളിലത്തെ വണ്ണത്തിനനുസരിച്ച് നമ്മളൊരു 2.5 സെൻറ്റിമീറ്റർ വീതിയിലൊരു തുണി മുറിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഒരു തുണിയായിട്ടില്ല, ഞാനിവിടെ 2 പീസ് തുണിയാണ്, അത് കൂട്ടിച്ചേർത്താണ് വെക്കുന്നത്. നമ്മൾ ആ പടി അങ്ങോട്ട് അത് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ അറ്റം വശം വരുമ്പോൾ അതിനിങ്ങനെ വെട്ടുപാട് കാണാതിരിക്കാനായിട്ട് അതൊന്ന് മടക്കിയും കൂടെ നമ്മൾ വെച്ചിട്ട് വേണം അടിക്കാൻ. അതൊരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം അടിച്ചാൽ മതി. മുകളിൽ വെച്ച് അടിച്ചതിന് ശേഷം നമ്മൾ അത് തിരിച്ച്, ഇതിപ്പം നമ്മൾ നല്ല വശത്ത് വെച്ച് അടിക്കുന്നത്, അഴുക്ക് വശത്തേക്ക് നമ്മളൊന്ന് അരി മടക്കിയിട്ട് നമ്മളൊന്ന് ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ പടി മടക്കിയാൽ മതി. അത് നമ്മളിങ്ങ് വരെ മടക്കി അടിക്കുകയും കൂടി ചെയ്യണം. മടക്കി അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു ചരട് കയറ്റി നമുക്ക് കെട്ടാം. പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ അവർക്ക് കെട്ടാൻ അറിയാൻ മേലാത്തതുകൊണ്ട് നമുക്ക് ഇതിനൊരു കൊളുത്തോ അല്ലെങ്കിൽ അതിന് ഇലാസ്റ്റിക്കോ ഒക്കെ ഇടാം. ഞാനിവിടെ കൊളുത്ത് വെക്കത്തക്ക രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് വള്ളി കയറ്റി കെട്ടിക്കൊടുത്ത് എടുക്കാനാണെങ്കിൽ അങ്ങനെയും വേണേൽ അതിനകത്തൂടെ വള്ളി കയറ്റി നമുക്ക് ഇതെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇത് പടി അടിച്ചതിന് ശേഷം പിന്നെ അതിന് കൊളുത്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിന് ശേഷം ഇതിൻ്റെ സൈഡ് വശം കൂട്ടിച്ചേർക്കണം.
ഞാനിവിടെ പഴയ തുണി തയ്ക്കുന്നത് നിങ്ങളെ തയ്യൽ പഠിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയാണ്. നിങ്ങളും ആദ്യം പഴയ തുണിയിൽ തയ്ച്ച് പഠിക്കണേ. ആദ്യം പഴയ തുണിയെ തയ്ച്ച് പഠിക്കാതെ ഒരിക്കലും പുതിയ തുണി വെട്ടി കളയരുത് കേട്ടോ. സൈഡ് അടിച്ചതിന് ശേഷം നമ്മൾ പാകത്തിന് ഇറക്കം ഞാനിവിടെ 22 സെൻറ്റിമീറ്റർ ഇറക്കത്തിലാണ് വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് 1 സെൻറ്റിമീറ്റർ വീതിയിലൊന്ന് അടിവശവും കൂടെ മടക്കി അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇത് ചുറ്റും ഒന്ന് മടക്കി അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ തയ്യൽ പൂർത്തിയാവും. ഈ അംബർല കട്ട് സ്കർട്ടൊക്കെ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വീഡിയോയെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എളുപ്പമാണ്. തുണി 4 പീസായിട്ട് മടക്കി എങ്ങനെയാണ് വെട്ടുന്നതും കൂടെ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ തയ്ച്ച് പഠിക്കണമെങ്കിൽ പഴയ തുണിയിൽ ആദ്യം തയ്ച്ച് നോക്കണേ. ഇനി നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞു തരാമേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതുപോലെ സ്ഥിരമായി തയ്യലിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്കതെല്ലാം കിട്ടുമേ. തയ്യൽ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം നിങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ചെറിയ ഐറ്റങ്ങളൊക്കെ തയ്ച്ച് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ വലുതിലേക്ക് കടക്കാൻ. ഇത് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തയ്ച്ചിട്ട് പതുക്കെ വേണം നമ്മൾ ബുദ്ധിമുട്ടുള്ള തയ്യലിലേക്ക് കടക്കാൻ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ആദ്യം തയ്യൽ പഠിക്കുന്നവർക്ക് കൈത്തയ്യൽ എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ ബട്ടൺ ഹോൾ എങ്ങനെയാണ്, അത് ഹുക്സ് വെക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ നേരം കിട്ടുമ്പം കയറി കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് തുടക്കക്കാരിത് പഠിച്ച് എടുക്കുന്നതെന്ന്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം അത് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ തുണിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പേപ്പറിൽ വെട്ടി പഠിക്കാം. ചെറുതായിട്ട് പത്ര പേപ്പറിലോ ഒക്കെ വെട്ടി പഠിച്ചതിന് ശേഷം 2-3 പ്രാവശ്യമൊക്കെ വെട്ടി നോക്കിയതിന് ശേഷം നല്ല തുണിയെടുത്ത് നമ്മുടെ അളവിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ട് അവരുടെ അളവിനൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും. ആദ്യമേ പുത്തൻ തുണി വാങ്ങിച്ച് വെട്ടി കളയരുത് തെറ്റിപ്പോയെങ്കിൽ. അതുകൊണ്ട് പേപ്പറിലൊക്കെ വെട്ടി നോക്കുക, പേപ്പറിലൊക്കെ അളവെടുത്ത് നോക്കുക. എപ്പോഴും ഓർത്തോണം, നമ്മൾ അളവൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കൃത്യ അളവെടുക്കരുത്. നമ്മളൊരു തയ്യൽ തുമ്പ് 2 ഇഞ്ചെങ്കിലും ഇട്ട് വേണം നമ്മൾ അളവൊക്കെ എടുക്കാൻ. എന്നിട്ട് ആ തയ്യൽ തുമ്പ് 2 ഇഞ്ച് ഇടുന്നതിലൂടെ വേണം നമ്മൾ വെട്ടാൻ. അല്ലാതെ കൃത്യ അളവിലൂടെ നമ്മൾ വെട്ടിയാൽ തയ്ച്ചു വരുമ്പം പിന്നെയും തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് ഇറക്കമായിരിക്കും, ഇടാൻ പാടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തയ്യലിന് നമ്മൾ തുണി വെട്ടുമ്പോൾ 2 ഇഞ്ചെങ്കിലും നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇട്ട് വേണം വെട്ടാൻ. അതിന് ചോക്ക് കൊണ്ട് നിങ്ങളെ യഥാർത്ഥ വണ്ണവും നമ്മളെ തയ്യൽ തുമ്പിനിടുന്ന വണ്ണവും അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷമൊക്കെ വെട്ടി നോക്കണം കേട്ടോ.